Straight to the point. मेरे को रूल्स पता है, इसीलिए आप अभी मेरे को रूल्स समझाने मत बैठना। अच्छा। इनमें से कौन सा भोजन आमतौर पर सुबह खाया जाता है? सर ऑप्शन के बिना बोल रहा हूँ ब्रेकफास्ट। ओके। അമിതാഭ് ബച്ചൻ അവതാരകനായ കോൺ ബനേഗ ക്രോർപതിയുടെ പ്രത്യേക കിഡ്സ് എഡിഷനിലെ കുട്ടി മത്സരാർത്ഥിയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നുള്ള ഇഷിത് ഭട്ട് എന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് താരം. അമിതാഭ് ബച്ചന്റെ മുന്നിലെ ഹോട്ട് സീറ്റിലെത്തിയ കുട്ടിയുടെ അമിത ആത്മവിശ്വാസം അവസാനം അവന് തന്നെ വിനയായി മാറിയതാണ് എപ്പിസോഡ് ഇത്രയും ചർച്ചയാകാനുള്ള പ്രധാന കാരണം. सर बी अयोध्या कांड को अच्छी तरीके से लॉक किया जाए। लॉक कर दें? लॉक कर दो सर, एक क्या उसमें 4 लॉक लगा दो, लेकिन लॉक करो। बी अयोध्या कांड बोल रहा है, ताला लगाया जाए। भाई साहब ये रास्ता जो है आपका गलत हो गया. മത്സരാർത്ഥിയുടെ അമിത ആത്മവിശ്വാസവും ഭാവവുമെല്ലാം ബച്ചനെയും അസ്വസ്ഥമാക്കുന്നതും വീഡിയോയിൽ കൃത്യമായി കാണാൻ സാധിക്കും. ഒടുവിൽ തെറ്റുത്തരം പറഞ്ഞ് പണമൊന്നും ലഭിക്കാതെ പരിപാടിക്ക് പുറത്തു പോകേണ്ടി വന്ന ഈ കുട്ടിയുടെ പെരുമാറ്റ രീതിയാണ് ഏവരെയും അമ്പരപ്പിച്ചത്. അതിനാൽ തന്നെ സാധാരണ ഒരു കുട്ടിക്കുണ്ടാകുന്ന പരാജയങ്ങളിൽ സഹാനുഭൂതിയോടെ പെരുമാറുന്ന പലരും വ്യത്യസ്തമായിട്ടാണ് ഈ വീഡിയോയോട് പ്രതികരിക്കുന്നതും. അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കുട്ടി മത്സരാർത്ഥി ഗെയിമിൻ്റെ നിയമങ്ങൾ പോലും തനിക്കറിയാമെന്നും അത് വിശദീകരിക്കേണ്ടതില്ലെന്നും അമിതാഭ് ബച്ചനോട് പറഞ്ഞു. എന്നാൽ ഒടുവിലത്തെ ചോദ്യത്തിന് എടുത്തു ചാടി ഉത്തരം പറഞ്ഞ് തെറ്റിച്ച കുട്ടിക്ക് ഒടുവിൽ സമ്മാനത്തുകയൊന്നും നേടാതെ നിരാശനായി മടങ്ങേണ്ടിയും വന്നു. ഹോട്ട് സീറ്റിലെത്തിയത് മുതൽ കുട്ടി അമിതാഭ് ബച്ചനോട് സംസാരിച്ച രീതിയാണ് പലരെയും അമ്പരപ്പിച്ചത്. ഗെയിമിൻ്റെ നിയമങ്ങൾ അമിതാഭ് ബച്ചൻ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി ഉടൻ തന്നെ ഇടപെട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്. അതായത്, എനിക്ക് നിയമങ്ങൾ അറിയാം, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിയമങ്ങൾ പറഞ്ഞു തരാൻ ഇരിക്കേണ്ട. പിന്നീട് എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ഓപ്ഷനുകളും കേൾക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ ഉത്തരം ലോക്ക് ചെയ്യണമെന്ന് കുട്ടി വാശി പിടിക്കുന്നുമുണ്ട്. എന്നാൽ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു കടുപ്പമേറിയ ചോദ്യം വന്നപ്പോൾ ഓപ്ഷനുകൾക്കായി കുട്ടി കാത്തുനിന്നു. തുടർന്ന് ബിഗ് ബിയോട് ഓപ്ഷൻ നൽകൂ എന്ന് പറയുകയും ചെയ്തു. എന്നാൽ 4ാമത്തെ ചോദ്യത്തിലെത്തിയപ്പോഴാണ് നേരത്തെ ഓപ്ഷൻ വേണ്ടെന്ന് പറഞ്ഞയാൾ ഓപ്ഷൻ ഇങ്ങനെ ചോദിച്ചു പോയത്. ഇതിന് ബിഗ് ബി രസകരമായ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഓപ്ഷൻസ് കേട്ടതിന് ശേഷം ഉത്തരം പറഞ്ഞപ്പോൾ സാർ ഒന്ന് മാത്രമല്ല, അതിൽ 4 ലോക്ക് ഇട്ടോളൂ, പക്ഷേ ലോക്ക് ചെയ്യൂ എന്ന് ഉറക്കെ പറയുകയും ചെയ്തു കുട്ടി. ഇതേസമയം ഒന്നുകൂടി ചിന്തിച്ച് ഉത്തരം പറയുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അമിതാഭ് ബച്ചൻ ഇടപെടുമ്പോഴും കുട്ടി തിരുത്താൻ തയ്യാറാകാത്തതും അക്ഷമനായി തുടരുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ചോദ്യത്തിന് തെറ്റുത്തരമാണ് ഈ കുട്ടി നൽകിയത്. ഇതോടെ സമ്മാന തുകയൊന്നും നേടാതെ കുട്ടിക്ക് ഷോയിൽ നിന്ന് മടങ്ങേണ്ടിയും വന്നു. കുട്ടി ഉത്തരം തെറ്റിച്ചതോടെ അമിതാഭ് ബച്ചൻ പ്രതികരിച്ചു. ചിലപ്പോൾ കുട്ടികൾ അമിത ആത്മവിശ്വാസം കാരണം തെറ്റുകൾ വരുത്തുമെന്നാണ് ബച്ചൻ പറഞ്ഞത്. അതേസമയം കുട്ടിയുടെ പെരുമാറ്റത്തെയും സംസാരത്തെയും വളരെ ക്ഷമയോടും സംയമനത്തോടു കൂടിയുമാണ് അമിതാഭ് ബച്ചൻ നേരിട്ടത്. കുട്ടിയുടെ സംസാര രീതിയെ വിമർശിച്ചും മുതിർന്നവരോട് ബഹുമാനം കാണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത്. പലരും കുട്ടി ഉത്തരം തെറ്റിച്ച് കളിച്ച് പുറത്തായതിൽ വളരെ സന്തോഷം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള കമൻറ്റുകളാണ് കൂടുതലായി ഇട്ടിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ അമിത ആത്മവിശ്വാസവും ബച്ചനോടുള്ള മോശം പെരുമാറ്റവും സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇത് 6 പോക്കറ്റ് സിൻഡ്രോം എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കും വഴിവെച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ചൈനയിൽ ഒറ്റക്കുട്ടി നയം പ്രാബല്യത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് 6 പോക്കറ്റ് സിൻഡ്രോം വലിയ തോതിൽ ഉയർന്ന് ആദ്യമായി കേൾക്കുന്നത്. ലിറ്റിൽ എംപറർ സിൻഡ്രോം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. കുടുംബങ്ങളുടെ വലുപ്പം കുറഞ്ഞു വരുന്നതോടെ വീട്ടിലെ മുതിർന്നവരുടെ പരിലാളനയും സ്നേഹവും ശ്രദ്ധയും ഒക്കെ ഈ ഒറ്റക്കുട്ടിയിലേക്ക് മാത്രമായി ഒതുങ്ങി 2 മാതാപിതാക്കൾ, 4 മുത്തശ്ശി മുത്തശ്ശന്മാർ, അങ്ങനെ 6 പോക്കറ്റുകൾ പോലെ അത് പ്രവർത്തിക്കുകയും ഇവരിൽ നിന്ന് കുട്ടിക്ക് അമിതമായ ലാളനയും സ്നേഹവും ശ്രദ്ധയും പിന്തുണയും അനുകമ്പയും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ കുട്ടികളെ വീട്ടിലെ മുതിർന്നവർ ലാളിച്ച് വഷളാക്കിയതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള അമിതമായ വാത്സല്യവും സ്നേഹവുമെല്ലാം കുട്ടികളെ വിമർശനങ്ങൾ നേരിടാൻ കഴിയാത്തവരും അതുപോലെ പരാജയം അംഗീകരിക്കാൻ കഴിയാത്തവരും ഈ ഒരു പങ്കിടൽ സ്വഭാവമൊക്കെ ഇല്ലാത്തവരുമാക്കി മാറ്റുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് അതിരുകളോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാതെയും വരുന്നു. ഒരു രക്ഷിതാവും കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് കത്തിയോ തീയോ കളിക്കാൻ കൊടുക്കാറില്ലല്ലോ. അതുപോലെ തന്നെ അനിയന്ത്രിതമായ നിശ്ചയദാർഢ്യവും ദോഷം തന്നെയാണ്. വാത്സല്യവും ശ്രദ്ധയും അത്യാവശ്യമാണെന്നാൽ ഉത്തരവാദിത്തം, സഹാനുഭൂതി, സ്വയം നിയന്ത്രണം എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരെ സ്വതന്ത്രരും സമർത്ഥരുമായി വളരാൻ സഹായിക്കുന്നതിനൊപ്പം സമൂഹത്തിൽ ഇടപെടുന്നതിന് ആവശ്യമായിട്ടുള്ള ചില മര്യാദകളും പഠിപ്പിക്കുമെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. 6ഉം 7ഉം വയസ്സൊക്കെ ഉള്ളപ്പോൾ കുട്ടികൾ ബൈക്ക് ഓടിക്കുന്ന മറ്റുമെല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന മാതാപിതാക്കൾ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ കുട്ടികളിലെ മിടുക്കുന്നത് നിയമങ്ങൾക്കോ മര്യാദകൾക്കോ മുകളിലാകരുതെന്നും അച്ഛനമ്മമാർ മനസ്സിലാക്കണം. എന്തായാലും നമ്മൾക്കെല്ലാം കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ഇത്തരം കുട്ടികൾ ഈ തലമുറയിൽ കൂടുതലാണെന്നുള്ളതും സത്യം തന്നെയാണ്.
എല്ലാത്തിനെയും അവരുടെ മിടുക്കായി കാണുന്നതിന് പകരം അവരെ തിരുത്താനും മാതാപിതാക്കൾ തയ്യാറായില്ലെങ്കിൽ അത് നിങ്ങളുടെ കുട്ടിയുടെ തന്നെ സ്വഭാവത്തെയും ചിന്തകളെയും മോശമായി ബാധിക്കുമെന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.